ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷിനെ വിളിച്ചിട്ട് ഇന്ദ്രൻ പറയുകയാണ്, എന്തായാലും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നോക്കണം, അച്ഛൻ എങ്ങനെയെങ്കിലും അനുപമയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കണം, അതിനുള്ളിൽ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതൊക്കെ മാഷിനോട് പറയണല്ലോ. അപ്പോൾ മാഷ് പറയണം, ഞാൻ എൻ്റെ മോളെ ഒരിക്കലും പോലീസിന് വിട്ടുകൊടുക്കില്ല, ഞാൻ നാളെ രാവിലെ അവിടെ വന്നിരിക്കുമെന്ന് പറയണം കേട്ടോ. എന്നാൽ ഈ സമയം അനുപമ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ഷ്യാമും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഷ്യാമ് ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇന്ദ്രൻ. അത് കേൾക്കുന്ന അനുപമ പറയാണ്, വേണ്ട ഇന്ദ്രേട്ട, ആരെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കണ്ട, ഞാനാണ് ഇപ്പോൾ ഈ തെറ്റ് ചെയ്തതെന്നുള്ളൊരു തോന്നൽ ഇവരിലുണ്ട്, അപ്പോൾ അത് ഒഴിവാക്കണം, അപ്പോൾ അത് വേണ്ട ഇന്ദ്രേട്ട എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന ഷ്യാമ, അനുവെടുത്തി എന്നെ അങ്ങനെയാണോ കണ്ടിട്ടുള്ളത്? ഒരിക്കലും ഞാൻ അനുവെടുത്തി ഭക്ഷണത്തിൽ വിഷം കലർത്തി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എനിക്കറിയാം അനുവെടുത്തി അല്ലാതെ ചെയ്തതെന്ന്, ചെയ്തവരാരെന്നും എനിക്ക് വ്യക്തമായി അറിയാം. പക്ഷെ ഞാനത് പറയാതിരിക്കുന്നതെന്ന് പറയുമ്പോൾ സോന അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സോനക്ക് ദേഷ്യം പിടിക്കുകയാണ്. ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിരുന്നോ? എന്നാൽ അത് മനസ്സിലായി നിങ്ങൾക്കും. ഇനി ഇവർ ഭക്ഷണത്തിൽ വിഷം കലർത്തി തരില്ലെന്ന് ആര് കണ്ടു? അത് കേൾക്കുന്ന ഷ്യാമ് എണീറ്റിട്ട് അങ്ങ് അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അനുപമ പറയണേ, ഷ്യാമേ അതൊരിക്കലും ചെയ്യരുത്, ഒരു പെണ്ണിൻ്റെ ദേഹത്ത് കൈവെക്കുന്നത് നല്ല പ്രവൃത്തിയല്ല ഷ്യാമേ. പിന്നെ ഏട്ടത്തി, ഞാൻ എന്താ വേണ്ടത്? ഇവൾ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ കേട്ട്, ഇവളുടെ അമ്മയുടെ വാക്കുകൾ കേട്ട് ഏട്ടത്തിയെ സംശയിച്ച പിന്നെ ഞാൻ എന്ത് വേണം? അപ്പോൾ സോന പറയാം, ഞാൻ സംശയിച്ചതാണ്, ഇവരുടെ റൂമിൽ നിന്ന് തെളിവുകൾ കിട്ടിയപ്പോൾ പോലീസ് അടക്കം ഇവരെയല്ലേ വിളിപ്പിച്ചത്, ഈ വീട്ടിൽ വേറെ ആരെയും വിളിപ്പിച്ചിട്ടില്ലല്ലോ. തെളിവുകൾ ആർക്കും എവിടെയും കൊണ്ടുവെക്കാം, അതിപ്പോൾ എല്ലാവർക്കും ചെയ്യാം. അത് ആദ്യം ആലോചിക്കണം. ഓരോരുത്തരെ വിളിച്ചു പറയുമ്പോൾ നീ വിഷമിക്കേണ്ടി വരും. അപ്പോഴേക്കും ഷ്യാമ് ഭക്ഷണം കഴിക്കുന്നത് സോന തടയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഷ്യാമയെ, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം നീ എന്തായാലും കഴിക്കണ്ട, നിൻ്റെ ഭാര്യ സോന ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ തമ്മിൽ ഇനി ഞാൻ കാരണം ഒരിക്കലും വേർപിരിയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയട്ടോ. എന്നിട്ട് സോനയോട് പറയണേ, സോനെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് നീ എന്നെ ഇങ്ങനെ കുത്തി നോവിക്കുന്നത്, അതെന്തിനു വേണ്ടിയെന്ന് എനിക്കറിയാം. എൻ്റെ അമ്മയെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ കുറ്റം നിൻ്റെ അമ്മയുടെ തലയിൽ വരുമോ എന്ന് പേടിച്ചിട്ടായിരിക്കാം. പക്ഷേ ഒരിക്കലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, പോലീസ് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കും. അന്ന് നീ ഇതേപോലെ എന്നോട് ഇങ്ങനെ തന്നെ പറയണം കേട്ടോ. അപ്പോൾ ഇന്ദ്രൻ പറയണേ, ഇവളീ പറയുന്നതൊക്കെ ഇവൾക്ക് ഒരു നിമിഷം ഇനി പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റാതെ ഇവൾ വല്ലാതെ ഖേദിക്കേണ്ടി വരുമോ, അത് ഉറപ്പുള്ള കാര്യമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ഈ വാക്കുകളങ്ങ് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ തന്നെ ഈ പറയുന്ന അനുപമക്കുണ്ട് കേട്ടോ. പക്ഷെ സോനക്കാണെങ്കിലും അവരുടെ ഒരു മറ്റുള്ളവരുടെ ഭർത്താവിനെ സോപ്പിട്ട് പിടിക്കല്ലേ എന്നുള്ള ലെവലിലാണ് കേട്ടോ. അങ്ങനെ സുശീലയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. അപ്പോൾ സുശീല പറയണേ, എന്താ മോളെ അവിടെ ഒരു സംസാരമൊക്കെ ഞാൻ കേട്ടില്ല. അപ്പം അമ്മ കേട്ടില്ലേ, നിന്റെ ഭർത്താവ് നീ വിളിച്ചപ്പോൾ അവന് വേണ്ടെന്ന് പറഞ്ഞു, എന്നാൽ ഇപ്പോൾ അവൾ വിളിക്കുമ്പോഴേക്കും അവന് മുമ്പേ എത്തിയിരിക്കുന്നു. അവനെ എന്നും അങ്ങോട്ടാ, നിന്നെ യാതൊരു വിലയുമില്ല. ഇതിനൊക്കെ ഞാൻ പറയുന്നത് ഒരു അടിവരെ ഇടണമെന്ന്, അത് നീ ഇടണടി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക, കണ്ടവന്മാരുടെ കൂടെ പോകുന്നൊക്കെയുള്ള പറച്ചിലായിട്ടോ. അപ്പോൾ സോന പറയണ, അങ്ങനെ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല, ഇതിപ്പോൾ ശ്യാമേട്ടൻ ഇന്ദ്രേട്ടനോടുള്ള ആ ഒരു നന്ദിയും കടപ്പാടുമാണ്. അന്ന് സച്ചി സാറിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയതും അതുപോലെ തന്നെ അനുവെടുത്തിയുടെ അച്ഛനാണല്ലോ ആ പണം കൊടുത്തതും, അതുകൊണ്ടുള്ള ആ നന്ദിയും കടപ്പാടും അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്ത് കടപ്പാടിൻ്റെ പേരിലാണെങ്കിലും അവൾ തെറ്റ് ചെയ്തിട്ടില്ലേ നമ്മളെല്ലാവരും അവളെ കുറ്റപ്പെടുത്തുന്നു. ഇനിയിപ്പോൾ നാളെ പോലീസ് എന്ന ആൾ അവൾ നേരിട്ട് പറയുമ്പോഴെങ്കിലും എൻ്റെ ഭർത്താവ് അത് അംഗീകരിച്ചാൽ മതിയായിരുന്നു എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം സത്യനോട് പ്രതിഭ പറയണേ, എന്തായാലും അനുവെടുത്തിയെയും ഇന്ദ്രേട്ടനെയാണ് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയാം കേട്ടോ. സത്യേട്ടൻ ഈ കേസ് പിൻവലിക്കണം എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല പ്രതിഭയെ, നീ വേദനിക്കുന്ന വേദന കാണുമ്പോൾ എനിക്ക് ഈ കേസ് പിൻവലിക്കണം എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ അനുവെടുത്തി പ്രതിയാവും, ഒരിക്കലും ദൈവം അവരെ ഒരിക്കലും ശിക്ഷിക്കില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ഇന്ദ്രേട്ടൻ എങ്ങനെയെങ്കിലും ഈ പറയുന്ന അനുവെടുത്തിയെ രക്ഷിച്ചു കൊണ്ടുവരും, അതും എനിക്ക് ഉറപ്പുണ്ട്. നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ? നിൻ്റെ കുഞ്ഞിനെ കളഞ്ഞത് അനു ആണെന്നുള്ള തോന്നലുണ്ടോ? അത് കേട്ട പ്രതിഭ പറയണേ, എനിക്ക് അനുവെടുത്തി ഒരിക്കലും എന്നെ രക്ഷിക്കുകയാണ് എന്നെ ചെയ്യാമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം. കാരണം യഥാർത്ഥ പ്രതി അത് ഒളിഞ്ഞിരിക്കുകയാണ്, ആർക്കും ഒന്നം വെച്ചത് എനിക്കിട്ട് കൊണ്ടുപോകും, പക്ഷേ അവർക്ക് എന്തായാലും ശിക്ഷ കിട്ടണമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ സത്യനും സങ്കടം ഉണ്ട് കേട്ടോ. പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുമ്പോൾ, അനു നിനക്ക് ടെൻഷനായോ, അവർ പറഞ്ഞ വാക്കുകൾ കേട്ടെന്നൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ വല്ലാത്ത മുറിവേൽപ്പിക്കൽ തന്നെയാണ് ഇന്ദ്രേട്ട. എന്തായാലും എൻ്റെ നിരപരാധിത്വം തെളിയണം, അന്ന് ഇവർക്ക് മനസ്സിലാവുമല്ലോ യഥാർത്ഥ പ്രതി ആരാണെന്ന്. ആ പ്രതിയെ കണ്ടാലും ഇവരിനി ആ പ്രതിയെ രക്ഷിക്കാനുള്ള അടവുകളായിരിക്കും നോക്കുക. സോനയല്ലേ, സോനയുടെ പ്രകൃതം എന്നും അങ്ങനെയാണല്ലോ എന്നിങ്ങനെ ഇന്ദ്രൻ പറയുമ്പോൾ, എന്തായാലും നിനക്ക് നീതി കിട്ടണം, തെറ്റ് ചെയ്തവർക്ക് എന്തായാലും അതിൻ്റേതായ ശിക്ഷയും കിട്ടണം, അത് ഞാൻ ഇത്തവണ കൊടുക്കാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് മാഷിനെയാണ്. മാഷിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നേരം കഴിഞ്ഞിട്ട് രഘുവിനെ കാണാത്തത് കൊണ്ട് തന്നെ അമ്പിളിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ അമ്പിളി പറയുന്നുണ്ട്, വന്നപ്പോൾ രാത്രിക്കത്തെ വരവ് പോലും കുറഞ്ഞു, കുടുംബത്തോടുള്ള ബന്ധമൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ചിരി പറയണേ, ഇങ്ങനൊന്നും പറയരുത്, കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരാളാണ് രഘുവേട്ടൻ. വലിയൊരു ബിസിനസ്സിലേക്ക്, എന്ത് ബിസിനസ് ആണെങ്കിലും കുടുംബം മറന്നുള്ളൊരു ബിസിനസ് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്ന് അമ്പിളി പറയണേ കേട്ടോ. അപ്പോൾ ഈ സമയം മഞ്ചാടി പറയണേ, അമ്പിളി ചേച്ചിക്ക് എന്താ എടി, നിനക്ക് അങ്ങനെയൊക്കെ പറയാം, ഞാൻ എൻ്റെ ഭർത്താവിനെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ശരിയുണ്ടാവും. അപ്പോൾ ചിരിയോടെ ഒന്ന് പതറുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇന്ന് അവിടെ ആരും ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോൾ രഘു എത്തിയിട്ടോ. അങ്ങനെ രഘുവിനോട് ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ രഘുവിനെ ചോദ്യം ചെയ്യുമ്പോഴേക്കും വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ചിരി വിളിച്ചു കൊണ്ടുപോകും. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ രഘു അവിടെ വന്നിരിക്കുന്നത് കാണുമ്പോൾ അമ്പിളിക്ക് ദേഷ്യം പിടിക്കണം. അമ്പിളിയുടെ മനസ്സിലുള്ള ആ തീപ്പൊരി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. അമ്പിളി പറയണേ, ദേ അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ, വന്ന് ഇങ്ങേർക്ക് ഇപ്പോൾ വീട്ടിലോട്ട് വരണം എന്നുള്ള ചിന്ത പോലെ ഇല്ലാതായിരിക്കുന്നു. എന്നെയോ എൻ്റെ കുഞ്ഞിനെ വിളിച്ച് പറയുകയോ ഒന്നും തന്നെ ഇല്ല. ഇങ്ങേരുടെ കാര്യം മാത്രം നോക്കുന്നു. വലിയ ബിസിനസ് തിരക്കിൽ. അപ്പോഴേക്കും രഘു പറയണേ, എനിക്ക് വലിയൊരു ബിസിനസ് തിരക്കാണ്, അപ്പോൾ അതിൻ്റേതായ ഓട്ടം എനിക്ക് ഓടേണ്ടി വരും. പഴയതുപോലെ ഒന്നുമില്ലാതെ ഇങ്ങനെ ഓടി നടന്നിരുന്ന ഒരു ഡ്രൈവറല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്, ഒരു വലിയൊരു കമ്പനിയുടെ ഓണറാണ് ഞാൻ. അതിൻ്റേതായ ഉത്തരവാദിത്തത്തോടു കൂടി എനിക്ക് ഓടണ്ടേ. ഇത് ഒരു കമ്പനിയുടെ ഓണറായാലും ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്കില്ല, നിങ്ങൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ വഴക്കുടുമ്പോൾ മാഷ് ഭക്ഷണം കഴിക്കാതിരുന്നതേ ഉള്ളൂ കേട്ടോ. മാഷിൻ്റെ മനസ്സിൽ അനുപമയെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു രംഗമാണ്. തൻ്റെ മകളെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോൾ അമ്പിളിയുടെ രഘുവിൻ്റെ ഒന്നും ഒരു പ്രശ്നമില്ല എന്നാണ് മാഷിന് തോന്നുന്നത് കേട്ടോ. അമ്പിളി പറയുന്നതിൽ അതിലൊരു സത്യാവസ്ഥയില്ല എന്നൊക്കെയാണ് മാഷിന് തോന്നുന്നത്. അങ്ങനെ ഈ സമയം മാഷ് മതി, ഒന്ന് നിർത്തുന്നുണ്ടോ, മനുഷ്യന് സ്വസ്ഥമായി ഭക്ഷണം കഴിക്കാനും സമ്മതിക്കില്ല, നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഒച്ചയെടുത്ത് ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് എണീറ്റ് കഥക് കൊട്ടുമ്പോൾ ഉടൻ തന്നെ അമ്പിളിയോട് രഘു ചോദിക്കും, നിനക്ക് മതിയായില്ലടി, നിന്റെ അച്ഛൻ ഭക്ഷണം കഴിക്കാതെ പോയപ്പോൾ. അത് കേട്ട ഉടൻ തന്നെ അമ്പിളി പറയണേ, ഞാൻ പറഞ്ഞതിൽ എല്ലാവർക്കും എൻ്റെ സങ്കടം എന്തെന്ന് ആരും തിരിച്ചറിയുന്നില്ല, എൻ്റെ വിഷമം എന്തെന്ന് ആരും അറിയുന്നില്ല, എനിക്കാകെ പേടിയാവുന്നതെന്ന് പറഞ്ഞാൽ അമ്പിളിയും ഭക്ഷണം കഴിക്കാതെ പോവാണ്. ചിരി പറയണേ, രഘുവേട്ട എന്തെത്ര നേരം വൈകിയത്, എന്തിനാ രഘുവേട്ട വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അതെടി, ആമിക്ക് മരുന്നില്ലെന്ന് പറഞ്ഞ്, ആമിയുടെ മകൾക്ക് മരുന്നില്ലെന്ന് പറഞ്ഞ് ആമി വിളിച്ചിരുന്നു, ആ മരുന്ന് കൊണ്ടു കൊടുക്കുക, അങ്ങോട്ടേക്ക് പോകേണ്ടി വരികയും അതിനിടയ്ക്ക് ഇന്നൊരു പ്രശ്നമുണ്ടായി, പകല് കൊണ്ടു കൊടുക്കായിരുന്നില്ല എന്ന് ചിരി ചോദിക്കുക. പകലത്തെ പ്രശ്നം തന്നെയാണ് ഞാൻ ഈ പറയുന്ന വിനയൻ ആ ഒരു വീട് അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. എന്നിട്ട് വിനയൻ എന്നെ വഴിയിൽ വെച്ച് കാണുകയും അയാൾ എന്നെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്തു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ചേരും, ഇന്നിവിടെ വന്നിരുന്നു വിനയെ, പക്ഷേ അച്ഛനൊന്നും തന്നെ പറയാൻ സമ്മതിച്ചില്ല എന്ന് പറയും കേട്ടോ. അവൻ രണ്ടും കൽപ്പിച്ചാണ്. അമ്പിളിയുടെ മനസ്സിലൊരു തീപ്പൊരി വിടാൻ തന്നെയാണ് അവൻ്റെ പരിപാടി എന്ന് തോന്നുന്നത്. എന്തായാലും ഇതെവിടെ എത്തുന്ന അറിയില്ല രഘുവേട്ട, ഇതാകെ പ്രശ്നത്തിലോട്ടാണ് പോകുന്നത്. ഇനി അമ്പിളി ചേച്ചിയോടെ എല്ലാം തുറന്ന് പറഞ്ഞൂടെ? അയ്യോ, ഇനി തുറന്ന് പറയാൻ പറ്റത്തില്ല, തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ടാവുമെന്ന് പറയണം കേട്ടോ. എന്നാൽ ഈ സമയം അതിരാവിലെ തന്നെ മാഷ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇത് ആരോടും തന്നെ പറയുന്നില്ല, കാരണം ഈ പറയുന്ന അനുപമയെ കൊണ്ടുപോകണ്ടേ. അതുകൊണ്ട് തന്നെ അങ്ങനെ അതിരാവിലെ അനുപമയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ വിളിക്കുകയാണ് കേട്ടോ. ഇന്ദ്രനോട് പറയുകയാണ്, ഇന്ദ്ര ഞാനിവിടെ പുറത്ത് വന്നിട്ടുണ്ട് എന്ന് പറയണേ. ഈ സമയം അനുപമയോട് പറയണേ, അനുപമയെ നിൻ്റെ അച്ഛൻ പുറത്ത് കാവലായി നിൽക്കുന്നുണ്ട്, നീ എന്തായാലും നിൻ്റെ അച്ഛൻ്റെ കൂടെ പോ. ഇല്ല ഇന്ദ്രേട്ട, അതൊരു ഒളിച്ചോട്ടമായിരിക്കും. അനു, നീ പറയുന്നത് കേൾക്ക്, നിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞാൽ നിനക്ക് വെളിയിലോട്ട് വരാം. ഒരിക്കലും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. അതൊരു നല്ല കാര്യമല്ല. നിന്നെ അറസ്റ്റിലാക്കി ലോക്കപ്പിലിടുന്നത് അതൊരു നല്ലതല്ല. അത് എന്നേക്കുമായി ചീത്തപ്പേരാണ്. ഇനിയിപ്പോൾ നമ്മുടെ മോനെ ആലോചിച്ച് വിച്ചുമോനെയും കൊണ്ട് ഇനി അച്ഛൻ്റെ കൂടെ പോകുന്നൊക്കെ പറഞ്ഞിട്ട് അനുപമയെ പുറത്തോട്ട് തള്ളി വിടുമ്പോഴാണ് കേട്ടോ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനി സത്യങ്ങൾ തെളിയിക്കാൻ ചെന്നൈയിൽ നിന്ന് അവൻ എത്തുമെന്ന പ്രതീക്ഷ ഇന്ദ്രൻ്റെ കൈവിടുമ്പോൾ ഇന്ദ്രൻ ഇനി ആ വ്യക്തിയെ വിളിക്കുകയാണ് കേട്ടോ. അതും കൂടി ആകുമ്പോൾ ആ വ്യക്തിക്ക് ആ വീട്ടിലോട്ട് കയറിപ്പറ്റാനുള്ള ആ ഒരു തീർപ്പ് ചീട്ടും കൂടി കിട്ടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.